നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച താരമാണ് വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസൻ ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പ്രിയദർശന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ കസവിന്റെ തട്ടമിട്ട് എന്ന പാട്ട് പാടിക്കൊണ്ടാണ് മലയാള സിനിമയിലേക്ക് വിനീത് ശ്രീനിവാസൻ എത്തുന്നത്. പിന്നീട് റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ 2004 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഉദയനാണ് താരം എന്ന സിനിമയിലെ കരളെ എന്ന ഗാനത്തിലൂടെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പിന്നെ 2008 ജോണി ആന്റണി സംവിധാനം ചെയ്ത സൈക്കിൾ എന്ന സിനിമയിലെ റോയി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് നടനായി വിനീത് ശ്രീനിവാസൻ എത്തുന്നത്. ആ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും രണ്ടാമത്തെ ചിത്രം 2009 ശ്രീനിവാസന്റെ കൂടെ തന്നെ അഭിനയിച്ച മകന്റെ അച്ഛൻ എന്ന സിനിമയായിരുന്നു. 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് വിനീതേട്ടൻ സിനിമാ സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. മ്യൂസിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ 5 സുഹൃത്തുക്കളുടെയും അവരുടെ ക്ലബിന്റെയും കഥയായിരുന്നു പറഞ്ഞിരുന്നത്. നിവിൻ പോളി, അജു വർഗീസ്, ഭഗത്, ഹരികൃഷ്ണൻ, നെടുമുടി വേണു, ജഗതി, സുരാജ് വഞ്ഞാറമൂട്, സലീം കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് സൂപ്പർ താരങ്ങളായ നിവിൻ പോളി, അജു വർഗീസ്, ഭഗത് തുടങ്ങിയവരുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. സംവിധായകൻ വിനീത് തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. നടൻ ദിലീപ് ആയിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം 2 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. 6 പാട്ടുകളുള്ള ഈ സിനിമയിലെ 4 പാട്ടുകളും പാടിയത് വിനീത് ശ്രീനിവാസൻ തന്നെയായിരുന്നു. പാട്ടുകളും വളരെയധികം ഹിറ്റായിരുന്നു അന്നത്തെ കാലത്ത്. ഈ സിനിമയുടെ IMDb റേറ്റിംഗ് 6.5 ഔട്ട് ഓഫ് 10 ആയിരുന്നു. അങ്ങനെ ആദ്യ സിനിമയിലൂടെ തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധായകനായുള്ള തന്റെ കഴിവ് തെളിയിച്ചു. വിനീത് ശ്രീനിവാസൻ രണ്ടാമതായി സംവിധാനം ചെയ്തത് 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയായിരുന്നു. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, ഇഷ തൽവാർ, അജു വർഗീസ്, ശ്രീനിവാസൻ, മനോജ് കെ ജയൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. നിവിൻ പോളിക്ക് വലിയൊരു ബ്രേക്ക് നൽകിയ സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ പട്ടികയിലേക്ക് ഉയരുകയായിരുന്നു. അന്നത്തെ കാലത്തെ യുവാക്കൾക്കിടയിലും കോളേജ് പയ്യന്മാർക്കിടയിലും ഈ സിനിമ വലിയൊരു ട്രെൻഡായിരുന്നു. ഈ സിനിമയ്ക്ക് ശേഷം തട്ടമിട്ട പെൺകുട്ടികൾക്ക് പിന്നാലെ നടക്കുന്ന യുവാക്കളുടെ എണ്ണം കൂടുകയും ചെയ്തിരുന്നു. അത്രക്കേറെ ഈ സിനിമ സ്വാധീനമുണ്ടാക്കിയിരുന്നു. സിനിമയിലെ ഡ്രസ്സിംഗ് സ്റ്റൈലും അന്ന് വലിയ തരംഗമായി. സംശയമുണ്ടെങ്കിൽ 2012 കാലഘട്ടങ്ങളിൽ കോളേജിൽ പഠിച്ച പയ്യന്മാരോട് ചോദിച്ചാൽ അറിയാം. സിനിമയിലെ ആയിഷ എന്ന നായിക കഥാപാത്രം അവതരിപ്പിച്ച ഇഷ തൽവാറിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. സംവിധായകൻ തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. മുകേഷും ശ്രീനിവാസനും ചേർന്നായിരുന്നു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം 3 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 19 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. 7.4 ഔട്ട് ഓഫ് 10 ആയിരുന്നു ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. മാത്രമല്ല സഹബാസ് സുബ്രഹ്മണ്യം എന്ന പേരിൽ തെലുങ്കിലേക്കും വീണ്ടും ഒരു കാതൽ കഥ എന്ന പേരിൽ തമിഴിലേക്കും ഈ സിനിമ പിന്നീട് റീമേക്ക് ചെയ്തിരുന്നു. വിനീതിന്റെ മൂന്നാമത്തെ ചിത്രം 2013 പുറത്തിറങ്ങിയ തീര എന്ന സിനിമയായിരുന്നു. മിസ്റ്ററി ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ശോഭന, ധ്യാൻ ശ്രീനിവാസൻ, ദീപക് പരമ്പോൾ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കാണാതായ തന്റെ സഹോദരിയെ തിരഞ്ഞു വരുന്ന നവീന്റെയും സോഷ്യൽ വർക്കറായ രോഹിണിയുടെയും കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. ദ റോഡ് ഓഫ് ലോസ്റ്റ് ഇന്നസെൻസ് എന്ന ബുക്കിനെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. ശോഭനയുടെ മികച്ച പ്രകടനമായിരുന്നു ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. രാകേഷ് മണ്ടോടിയായിരുന്നു ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഒരുക്കിയിരുന്നത്. നിരൂപകരിൽ നിന്നും നല്ല അഭിപ്രായം ലഭിച്ചിട്ടും നല്ല സിനിമയായിരുന്നിട്ടും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. 7.3 ഔട്ട് ഓഫ് 10 ആയിരുന്നു ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. തുടക്കത്തിൽ ഈ സിനിമയുടെ 2ഉം 3ഉം ഭാഗങ്ങൾ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ തിര എന്ന ആദ്യ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായതോടുകൂടി 2ഉം 3ഉം ഭാഗങ്ങൾ പിന്നീട് സംവിധായകനും അണിയറ പ്രവർത്തകരും ചേർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. വിനീത് ശ്രീനിവാസൻ 4ാമത് സംവിധാനം ചെയ്ത സിനിമ 2016 പുറത്തിറങ്ങിയ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രമായിരുന്നു. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, രഞ്ജി പണിക്കർ, ലക്ഷ്മി രാമകൃഷ്ണൻ, അന്ന സബാഷ്യൻ, ശ്രീനാഥ് ബാസി, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ ഗൾഫിലെ ബിസിനസ്സുകാരനായ ജേക്കബിന് ചതി പറ്റുകയും ബിസിനസ്സിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. ആ സാമ്പത്തിക ബാധ്യതകളൊക്കെ അദ്ദേഹത്തിന്റെ മകൻ നികത്തുന്നതും സക്സസ് ആയി ബിസിനസ് തിരിച്ചുപിടിക്കുന്നതുമായിരുന്നു കഥ. എന്നാൽ ഈ കഥ യഥാർത്ഥ ജീവിതത്തെ ആസ്വദമാക്കി എടുത്തതായിരുന്നു. മലയാളി NRI ബിസിനസ്മാനായ ജേക്കബ് സക്കറി എന്നൊരാളുടെ കഥയായിരുന്നു ഇത്. നിവിൻ പോളി അവതരിപ്പിച്ച ഗ്രിഗറി ജേക്കബ് എന്ന കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ ഗ്രിഗറി ജേക്കബ് സക്കറിയായിരുന്നു. അദ്ദേഹം വിനീത് ശ്രീനിവാസന്റെ അടുത്ത സുഹൃത്തായിരുന്നു. സുഹൃത്തിന്റെയും അച്ഛന്റെയും ജീവിതത്തിൽ നടന്ന യഥാർത്ഥ കഥയായിരുന്നു ഈ സിനിമയിലൂടെ പറഞ്ഞിരുന്നത്.
മാത്രമല്ല ഈ സിനിമയിൽ അശ്വിൻ കുമാർ അവതരിപ്പിച്ച മുരളി എന്ന കഥാപാത്രം ആദ്യം അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഗൗതം വാസ്തേവ് മേനോനായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഈ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരികയായിരുന്നു. ഏകദേശം 7.5 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. 7.6 ഔട്ട് ഓഫ് 10 ആയിരുന്നു ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. അടുത്തത് ജേക്കബിന്റെ സ്വർഗരാജ്യം കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്നത്. അത് 2022 പുറത്തിറങ്ങിയ ഹൃദയം എന്ന സിനിമയായിരുന്നു. കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ദർശന രാജേന്ദ്രൻ, അജു വർഗീസ്, വിജയരാഘവൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അരുൺ നീലകണ്ഠന്റെയും ദർശനയുടെയും ക്യാമ്പസ് പ്രണയവും അരുണിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. വിനീത് ശ്രീനിവാസൻ തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 52 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു. ഹൃദയം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന 3ാമത്തെ സിനിമ കൂടിയായിരുന്നു ഹൃദയം. നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു ഇത്. ഈ സിനിമയിലെ പാട്ടുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ബെസ്റ്റ് ഫിലിം വിത്ത് പോപ്പുലർ അപ്പീൽ അവാർഡും ഈ ചിത്രം നേടിയിരുന്നു. അതുകൂടാതെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർക്കുള്ള അവാർഡും ഈ സിനിമയിലൂടെ ഹിഷാം അബ്ദുൽ വഹാബിന് ലഭിച്ചിരുന്നു. 8.1 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന IMDb റേറ്റിംഗ്. 6ാമത്തെ സിനിമ 2024 ഏപ്രിൽ 11 തിയേറ്ററുകളിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. പീരീഡ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാല്, ധ്യാൻ ശ്രീനിവാസന്, നിവിൻ പോളി, അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സംവിധായകൻ വിനീത് ശ്രീനിവാസൻ തന്നെയാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. വൈശാഖ് സുബ്രഹ്മണ്യനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഭൂരിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മികച്ചൊരു ഫീൽ ഗുഡ് സിനിമയാണിതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം തന്നെ 12.5 കോടിക്ക് മുകളിൽ ഈ ചിത്രം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കളക്ഷൻ നേടി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും ആരാധകരും. ഒരുപാട് പരാജയ സിനിമകൾക്ക് ശേഷം നിവിൻ പോളിയുടെയും ധ്യാൻ ശ്രീനിവാസന്റെയും ശക്തമായൊരു തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ കണ്ടതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഈ സിനിമ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നറിയാൻ കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. ബോക്സ് ഓഫീസിൽ നിന്നും ഇപ്പോൾ നല്ല പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. സിനിമ തീർച്ചയായും നല്ലൊരു വിജയ ചിത്രമാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സിനിമയുടെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച വിനീത് ശ്രീനിവാസൻ ഇതുവരെ 6 സിനിമകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സിനിമ മാത്രമാണ് പരാജയപ്പെട്ടത്. ബാക്കി സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷനാണ് നേടിയെടുത്തത്. മാത്രമല്ല 2016 പുറത്തിറങ്ങിയ ആനന്ദം, 2019 പുറത്തിറങ്ങിയ ഹെലൻ എന്നീ 2 സിനിമകൾ വിനീത് ശ്രീനിവാസൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അഭിനേതാവ് എന്ന നിലയിൽ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാനും വിനീത് ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട്. നോട്ട്ബുക്ക്, പോസിറ്റീവ്, എലക്ട്ര തുടങ്ങി ഒരുപാട് സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും വിനീത് ശ്രീനിവാസൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ടോട്ടൽ സിനിമ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനീത് ശ്രീനിവാസൻ സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.